പോലുള്ള നടന് ചോയ്സസ് വളരെ കുറവായിരിക്കും. ഒരുപാട് കഥാപാത്രങ്ങൾ വരത്തില്ലല്ലോ. ഉം. രണ്ടുപേരും വിളിച്ചായിരുന്നു. ആ, ടിനിയുടെ ലുക്ക് കണ്ടിട്ട്. അതെയോ? എന്നോട് ചോദിച്ചു, ഉം. "വിജയ് സേതുപതി ഈ പടത്തിലുണ്ടല്ലേ?" കോമഡി മറ്റേ ഉറക്കത്തിന് വിളിച്ചു കഴിഞ്ഞാല് തമാശ പറയുന്നത്. അല്ല അല്ല അങ്ങനെയല്ല. അങ്ങനെ ഇപ്പൊ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. നമുക്ക് കോമഡി ആവുന്നത്. അല്ല ഞാൻ പിന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഇവൻ പല കാര്യങ്ങളും പറയുന്നത്. ഉം. അതെല്ലാം ഭയങ്കരമായിട്ട് ട്രോളായിട്ട് ഇറങ്ങി അതിന്റെ കേരളത്തിനെ കോമഡിയോ മുഴുവൻ ചിരിച്ച് അതെ. മരിക്കുമല്ലേ. അതെ ഒരു അത്ഭുത ദ്വീപാണല്ലോ, അതെ. ഒരു ഐലൻഡ് ആണത്. ഉം. അപ്പോ നീ പറ, ഞാൻ ചായ കുടിക്കട്ടെ. ഞങ്ങളുടെ പഴയതൊക്കെ ചിലത് ഇപ്പൊ ഞങ്ങൾക്ക് കാണുമ്പോൾ ഇപ്പൊ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആണോ? പക്ഷെ അന്ന് ചെറിയ തമാശക്കും വലിയ ചിരിയാ. ഉം. ഒരു നീ ആ പാത്ര ബെൽറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, ഇന്ന ബെൽറ്റ്, അതിനകത്ത് വന്ന വല്ല കാര്യമാണോ ഈ ബ്ലൂ ബെൽറ്റ്? അല്ലല്ല ആ ബെൽറ്റ് അല്ല. നിങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ കുത്തുകൊണ്ട് മരിക്കുകയാണ്. പുള്ളി ഒരു ആവശ്യമില്ലാണ്ട് എന്റെ പിന്നിൽ വന്ന് മരിച്ചു വീണു. പിന്നെ 7 ദിവസം മരിച്ചു കിടക്കണം. വൈകുന്നേരം ആകുമ്പോ മഴ തുടങ്ങും. 5 മണിക്ക് മഴ തുടങ്ങും. പുള്ളി പറഞ്ഞു, എന്റെ ദൈവം പുറത്തു പോയി മരിച്ചാൽ മതിയായിരുന്നു, ഈ ഫ്രെയിമിൽ വന്ന് മരിക്കണ്ടായിരുന്നു. പഴയ പോലൊന്നുമല്ല. ഈ പൊക്കക്കുറവ് വെച്ചുള്ള കഥാപാത്രമൊക്കെ കുറഞ്ഞു. വേറെ വല്ല രാജ്യത്തേക്ക് മാറേണ്ടി വരും മിക്കവാറും. ഹിന്ദിയിൽ ഇപ്പൊ വിളിച്ചാലും തമിഴിൽ വിളിച്ചാലും ഒക്കെ ഞാൻ പോകാൻ തയ്യാറാ. ഉം. കാരണം എനിക്ക് ഭാഷയൊന്നും പേടിയില്ല. ഉം. ഇവൻ ഒരു 10 തവണ ആലോചിക്കും. ഞാൻ ഒറ്റ തവണ ആലോചിക്കും, 10 തവണ ചിലപ്പോ ചെയ്യേണ്ടി വരും അത്. ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു 916 കുഞ്ഞൂട്ടൻ മൂവി വിശേഷങ്ങളുമായി ഗിന്നസ് പക്രു ആന്റണി ടോം. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. യെസ്, Thank you. ഏറ്റവും പുതിയ വിശേഷം അതെ. 916. പറയൂ, എന്താണ് സിനിമ? സ്വർണ്ണക്കടത്താണ് പരിപാടി. ഉം. പുതിയ ജോലി. ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ്. ഫക്രു നായകനാകുന്നു. എല്ലാവരും വിചാരിക്കും ഞങ്ങൾ ഒരുമിച്ചാണ് വന്ന് ഒരുമിച്ച് കൂട്ടുകാരായിരിക്കും. അങ്ങനെ ഒന്നുമല്ല. ആ, അങ്ങനെ ശത്രുക്കളും അല്ല. അത് ശരി. അപ്പൊ അങ്ങനെ ഒരു കോമ്പൗണ്ട് ഇല്ലു. കാരണം ഫസ്റ്റ് ഹാഫിലല്ല ഞാൻ വരുന്നത്, ഞാൻ സെക്കൻഡ് ഹാഫിലാണ്. ഉം. പിന്നെ ഇപ്പൊ നല്ല പാട്ടുകൾ, ആനന്ദ് മധുസൂദനൻ നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ആര്യൻ വിജയ്, ഉം. ക്രിയേറ്റീവ് ഡയറക്ടർ രാജ് വിമൽ രാജ്, ഉം. മോസ്റ്റ് മോസ്റ്റർ ഡ്രാഗൺ ഡ്രാഗൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓ. പ്രൊഡ്യൂസ് ചെയ്യുന്നു. 5 നായികമാരുണ്ട് ഇതിന്. അതാണ് ആ. പ്രത്യേകം പറയേണ്ടത്. എടുത്തു പറയേണ്ട മിർച്ചി കാര്യം. എന്ന് പറയുമ്പോൾ എപ്പോഴും ഹോട്ടായിരിക്കണ്ടേ. അപ്പൊ അതെ. അത് പറയും 5-6 മൂന്ന് നായികമാരുണ്ട്. 3 നായികമാരെ കുറിച്ച് എനിക്കറിയില്ല. ഇവൻ 3 കയറ്റി കുറച്ച് മിർച്ചി കൂട്ടിയിട്ടേക്കുക. അത് ശരി. അതെ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. കാരണം ആ. ഒരു സിനിമ ഇറങ്ങുക, ഒരുമിച്ചുള്ള ഒരു പടം. ഞങ്ങള് ചെറിയ ചെറിയ വേഷങ്ങൾ, ഇപ്പൊ പക്രുവിന്റെ പടത്തിൽ ഞാൻ ചെറിയ വേഷം ചെയ്തു, എന്റെ പടത്തിൽ ഞാൻ ചെറിയ വേഷം ചെയ്തു. ഫുൾ ലെങ്ത് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഹോൾ സിനിമയിൽ ഒരു ക്യാരക്ടറായിട്ട് വന്നിട്ടില്ല. ഉം. അപ്പൊ അങ്ങനെ ഒരു സിനിമയാണത്. നമുക്ക് സന്തോഷം. കാണുന്നവരെല്ലാവരും ഒരു നെഗറ്റീവ് പോലും ഇല്ലാണ്ട് പോസിറ്റീവ് ഇടുന്നു. ആ. വലിയ വൻപം പ്രതീക്ഷകളൊന്നുമായിട്ടല്ല നമ്മൾ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട്. അതൊരു 101% നമ്മൾ ഹാപ്പിയാണ്. അതെ. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെല്ലാം ചിരി കിട്ടി, ഉദ്ദേശിക്കാത്ത സ്ഥലത്തും കിട്ടി. അന്നത്തെ റോഡ് കോമഡി അല്ല. ആ. നമ്മുടെ ഒരു കൺട്രോളർ എൻ്റെ അടുത്ത് ചോദിച്ചു, പക്രു ഡോൺ ആണല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ കുറെ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ ആദ്യം ഇതിന്റെ ഒരു സസ്പെൻസ് ഒന്നും വിട്ടിരുന്നില്ല. പക്ഷെ ആ. അത് പിന്നെ അത് പറയുന്നതാണ് നല്ലത്. കാരണം ഫസ്റ്റ് ഹാഫിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇവൻ ഇങ്ങനെ സാധാരണ ഗ്രാമീണാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ കുറെ ട്വിസ്റ്റുകളും സംഭവങ്ങളും ഉണ്ട്, ചെറിയ ചെറിയ സസ്പെൻസുകളും. ആ. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സസ്പെൻസുകളും മാസ് പരിപാടി എല്ലാം കൂടി ചേർത്തിട്ട്, അതായത് ഫാമിലി ആയിട്ട് വന്നിരുന്നെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ആ. കാരണന്മാർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് വെക്കേഷൻ കാലത്ത് കൊടുക്കാൻ സാധിച്ചു. Yes. നല്ല മഴയാണെങ്കിൽ എന്നുള്ളതിന്റെ ഒരു പ്രതികൂലമായിട്ടൊരു കാലാവസ്ഥയാണ്. എങ്കിലും നമ്മളത് തള്ളി തള്ളി ഇങ്ങനെ കേട്ടുന്നു. ഇപ്പൊ ഈ കഥ കേട്ടപ്പം ചേട്ടന് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം, ഇത് എന്താണെങ്കിലും ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാവല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഫാക്ടർ തോന്നിയിരുന്നോ? തോന്നിയത് 3 നായികമാരെന്ന് പറഞ്ഞ എന്ത് സ്ട്രൈക്ക് ചെയ്യാണ്ടിരിക്കൂ. അല്ല, അതല്ല. ഈ കഥ പറഞ്ഞപ്പോ ആദ്യം ഇപ്പൊ ടിനി പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഡൗട്ട്. ഞാൻ ചോദിച്ചായിരുന്നു, ഇത് ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു വലിയ നായകൻ അല്ലെങ്കിൽ ഇപ്പൊ ടിനിയെ പോലൊക്കെ ഉള്ള ഒരാള് ഉം. ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. കാരണം അത്രയും ഇച്ചിരി വെയിറ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതൊന്നും അതിന് അവരെനിക്ക് തന്ന മറുപടി എന്ന് പറയുന്നത്, അത് ഞാൻ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു സർപ്രൈസും ഒരു ട്വിസ്റ്റും ഒക്കെ വരുള്ളൂ. ആ. അതൊന്ന്. പിന്നെ രണ്ടാമത്തത്, എനിക്ക് ഈ കഥയിലേക്ക് വരാൻ മറ്റൊരു കാരണം, കല്യാണം കഴിക്കുന്നുണ്ട് ഞാൻ. ഉം. കല്യാണം കഴിച്ചതിന് ശേഷം ആ പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളും ഉം. അതിനുശേഷം അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറാവുന്ന സാഹചര്യവും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ ആ കുട്ടി കെട്ടും എന്നുള്ള ഒരു സംഭവമുണ്ട്. ആ. ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ നമ്മൾ, അല്ലെങ്കിൽ ഞാനെന്ന ഈ നമ്മുടെ രൂപം വെച്ചിട്ടുള്ളൊരു സാധനം ഉള്ളൂ. ഉം. ബാക്കി എല്ലാം ഒരു നോർമലൈസ് ചെയ്തിട്ട് എന്നെ ഇത്രയും ചെറിയ എന്നെ കുറച്ച് വലുതാക്കി അവതരിപ്പിച്ചിരിക്കുക. ഉം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രസന്റേഷന്റെ
ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ 916 കുഞ്ഞുകുട്ടൻ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സാധാരണ പടം. ചെറിയ സാധാരണക്കാരന് കയറിക്കണ്ട് രണ്ട് മണിക്കൂറോളം യാതൊരു വിധത്തിലുമുള്ള ഒരു സ്ട്രെസ്സൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഉം. കണ്ടന്റ് വൈസ് പുതുമയുള്ള ഒരു ആ കണ്ടന്റ് പുതുമ വരുന്നതിന്റെ കാരണം ആ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഉം. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് ഇതെല്ലാം മാറ്റേണ്ടി വരുമല്ലോ. അതെ. അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ മറ്റൊന്ന്, ഇതിൽ ഒരു സീനിൽ പോലും ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഏതാണ്ട് 20-22ഓളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ടിനി ഇതുവരെയും ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെറ്റപ്പ്, അതൊന്ന്. പിന്നെ രണ്ടാമത് മറ്റൊരു ഗെറ്റപ്പ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള തമാശകളും ദാസനും വിജയൻ അങ്ങനത്തെ സംഗതികളൊക്കെ ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതെ. പണ്ടാങ്ങോടും ഇങ്ങോട്ടും കളിയാക്കുന്നില്ല. അങ്ങനത്തെ യാതൊരു കാര്യവുമില്ല. പക്കാ സീരിയസ് റോളുകളാണ്. ഉം. ഈ സീരിയസിനകത്ത് ചില സ്ഥലങ്ങളിൽ ചിരിക്കാനുള്ള വക ഈ സിനിമ കൊടുക്കുന്നുമുണ്ട്. ഇപ്പം ഇതുവരെയുള്ള നമ്മുടെ ഒരു റിപ്പോർട്ട് സിനിമയുടെ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ മാസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പിള്ളേർ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് ഒരു വലിയ സന്തോഷമാണ്. അതെ. കാരണം ആ ഏരിയയിലൊക്കെ ആയിരുന്നു എനിക്ക് ഇതെങ്ങനെ ഇവരെ എടുക്കും എന്നൊക്കെ ഉള്ള ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ആ. ചെറിയൊരു ആത്മവിശ്വാസക്കുറവ് എനിക്ക് തോന്നിയപ്പോൾ ഇവരെല്ലാവരും തന്ന ഒരിതാണ്. പിന്നെ പലരും പറഞ്ഞു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി, ഉം. അത്ഭുത ദ്വീപിൽ ഇത്രയും വലിയ റിസ്ക് കുതിരയൊക്കെ ഓടിച്ച് വലിയ മാസം അതിൽ കാണിച്ചിട്ട് പിന്നെ ഇതെന്താണ് ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലുള്ള നടന് ചോയ്സസ് വളരെ കുറവായിരിക്കും. ഒരുപാട് കഥാപാത്രങ്ങൾ വരത്തില്ലല്ലോ. ഉം. വിരലുണ്ടാകുന്ന ക്യാരക്ടേഴ്സേ വരുള്ളൂ. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് വന്ന സംഭവം അത് മാത്രമല്ല നല്ല രീതിയിൽ അത് ചെയ്യാൻ വേണമല്ലോ. അതെ. അതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ അങ്ങനെ ഞാൻ അത് ഈ കുഞ്ഞുകുട്ടനിലേക്ക് വരാൻ കാരണം. ഇപ്പൊ ചേട്ടന്റെ ലുക്ക് പറഞ്ഞപ്പോഴാണ് ഈ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ആദ്യം നമുക്ക് മനസ്സിലാവുള്ളത് നമ്മൾ ആരാണെന്ന് കുറച്ച് നോക്കുമ്പോ അയ്യോ അല്ല, തിരിച്ചേട്ടനാണെന്ന് എന്നോട് രണ്ടുപേര് വിളിച്ചായിരുന്നു പിന്നീട് ലുക്ക് കണ്ടിട്ട്. അതെയോ? എന്നോട് ചോദിച്ചു വിജയ് സേതുപതി ഈ പടത്തിലുണ്ടല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ. ഞാനൊന്നും വേണ്ടിയില്ല, പറയാൻ പോയില്ല ഇല്ലെന്ന്. ആ വിജയ് സേതുപതി ആ സീക്രട്ട് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അല്ല അങ്ങനെയല്ല, സൈഡൊക്കെ ശകല ഇരട്ടിച്ചിട്ടുണ്ടായ പെട്ടെന്ന് കിട്ടൂല. അയ്യോ കുറച്ച് സത്യം ഡാർക്ക് കേട്ടോ. സൈഡ് കൊണ്ടൊക്കെ പക്ഷെ ഇരിക്കുന്നത്. അഭിനയം കണ്ടപ്പോ ആൾക്കാർക്ക് മനസ്സിലായി ഇത് ടിനി ടോം ആണെന്ന്. അത് പടം ഫസ്റ്റ് ഡയലോഗിൽ മനസ്സിലായി. ഫസ്റ്റ് ഇത് എന്നിട്ട് എങ്ങനെ അങ്ങ് വന്ന് നിന്നില്ല ഇങ്ങനെ ആ, ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ തന്നെ ആ. ദൈവം ടിനിട്ടോ ആ. കഴിഞ്ഞ കാര്യങ്ങൾ. അത് ലുക്കിൽ ശരിക്കും അത് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി ഡിസ്കസ് ചെയ്തൊക്കെ ചെയ്ത ലുക്കാണോ അതോ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നോ? പ്ലാൻഡ് ആയിരുന്നു അത് അങ്ങനെ വേണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ എടുത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്നെ പാരലായിട്ട് വേറെ ഷൂട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പുറത്ത് ഫൈറ്റ് മാസ്റ്റർ മാഫിയ ശശി സാറ് നമ്മളെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും കിട്ടില്ല. കാരണം ഒരു ക്യാരക്ടർ ഇങ്ങനെ അതൊരു ഫാന്റസി ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതില് നമുക്ക് എന്ത് എക്സ്റ്റെൻഡ് വരെയും ചെയ്യാം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർക്കാം. അത് എന്ന് മാത്രമല്ല ഏറ്റവും നല്ലൊരു ഇൻട്രൊഡക്ഷൻ. കാരണം ഒരു വലിയ ഹീറോയ്ക്ക് കൊടുക്കുന്ന തരത്തിലുള്ള നല്ല പവറുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഫിദയുടെ ഒക്കെ എനിക്ക് കൊടുത്തിരിക്കുന്നത്. തമിഴിൽ ചെയ്ത ശക്തികാന്ത് പുള്ളിയാണ് ആറാറ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല ലിഫ്റ്റായി. അപ്പൊ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഈ മ്യൂസിക് ഒക്കെ അവിടെ പ്ലേ ചെയ്തിട്ടായിരിക്കോ? അത് ചേട്ടൻ മനസ്സിലൊരു മ്യൂസിക് കൊണ്ട് ആലോചിച്ച് നടക്കുകയാണ്. അല്ല അങ്ങനെയല്ല, ഇവന് നല്ല ചൂടും നല്ല പൊടിയും ഉണ്ടായിരുന്നു. ഓൾറെഡി തന്നെ ഒരു ഇച്ചിരി ദേഷ്യം ഉണ്ടല്ലോ പുള്ളിക്ക്. ഇതെല്ലാം കൂടെ വന്നപ്പോ അതങ്ങനെ ആയതാണ്. എയറിലാണ് ഓൾറെഡി. അപ്പൊ ഞാൻ സുഖമായിട്ട് കാരവാനിൽ ഇരിക്കുക. കാരണം ആ സമയത്ത് എന്നെ ഇറക്കിയിട്ടില്ല. ഞാൻ നോക്കുമ്പോ രാവിലെ വന്ന് വൈകുന്നേരം വരെ പൊടിക്കകത്ത് കിടന്നൊരു കളിയാ പുള്ളി. കളച്ചിട്ടൊക്കെ നിൽക്കൂലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ വിഗും താടിയെല്ലാം വെച്ച് നനഞ്ഞു കുതിർന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിക്കും ഈ വയസ്സിന് പ്രായമായി. ചേട്ടാ അയ്യോ അതാണെങ്കിൽ ലുക്ക് അടിപൊളിയാണ്, അതിലൊന്നും പറയാനില്ല. അടുത്തൊരു ദിവസം കൂടെ ഷൂട്ട് പോയിരുന്നെങ്കിൽ അന്ന് വൈകുന്നേരം ആജീവനാന്ത മറ്റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഇല്ലേ, അതൊക്കെ കിട്ടിയ പ്രായം കൊണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഭയങ്കര പ്രായം ഉള്ള എന്താ പറയുക റോളോ ഈശ്വര അങ്ങനെ തോന്നിയിരുന്നോ? അതോ അല്ല, അത് എന്താ പറഞ്ഞാല് നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഏജ് അല്ല വേറെ കുറച്ച് കൂടുതലായിട്ടുള്ള ഏജ് പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ നാളും ചെയ്യാൻ പറ്റുമോ, ആരോഗ്യം ഉണ്ടാവുമല്ലോ. അതേ പ്രായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു 75 വയസ്സ് അല്ലെങ്കിൽ 70-75 വയസ്സിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അത് ഗെറ്റപ്പ് ചെയ്ത്. പക്ഷെ നമ്മുടെ ആരോഗ്യം നമുക്ക് ഇപ്പോഴും യുവത്വം തന്നെയാണല്ലോ, 25 വയസ്സാണല്ലോ. ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴേ ഇപ്പം ചെറിയ പ്രായം ചെയ്യാൻ ആ ഏജ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നിരിക്കണേ, അപ്പൊ കുറേം കൂടിയും അല്ല ചെറിയ പ്രായം കഴിഞ്ഞിട്ടാണല്ലോ വന്നിരിക്കണേ. അപ്പൊ പക്ഷെ
അല്ല അപ്പൊ ചേട്ടനെക്കാളും പ്രായമുള്ള റോളുകൾ ചെയ്യുമ്പോൾ ആക്ച്വലി ഭയങ്കര ചലഞ്ചിങ് അല്ലേ? എനിക്ക് അതാണ് അതെങ്ങനെയാ? ഇഷ്ടം. ആണോ? ഞാൻ ഇപ്പൊ ചെയ്യണ ഒരു ക്യാരക്ടർ ഇപ്പൊ മാർത്താണ്ട് ഓട്ടം അതിൽ 3 ഏജ്ഡ് ക്യാരക്ടർ. ഓ. അത് നമ്മൾ കുറച്ച് നമ്മുടെ ഉള്ളിലുള്ള കഴിവ്, അല്ലെങ്കിൽ സാധാരണ ഞാൻ തന്നെ ആയിട്ട് നിന്നിട്ടാണ് അഭിനയിക്കണം. മറ്റേ നമ്മൾ കുറച്ചൊരു നമ്മുടെ ഒരു ആക്ടറിന്റെ ഒരു സ്കില്ല് മനസ്സിലാവുന്നത് ഏജ് പ്ലേ ചെയ്യുമ്പോഴല്ല, പല നമ്മുടെ ഏജ് അല്ലാത്ത ഒരു സംഭവം ചെയ്യുമ്പോഴാണ് ഇയാളിൽ എന്തെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാവുന്നത്. അത് ഒരു ഡയറക്ടറിന്റെ കൂടി കഴിവാണ് അങ്ങനെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ. ഇനിയിപ്പോ അങ്ങനത്തെ റോളുകൾ വരുമെന്ന് അറിയാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ കോമഡി ആണല്ലോ ഇപ്പം ചേട്ടന്റെ ഒരു ഏരിയ, അല്ലെങ്കിൽ ചേട്ടന്റെ കോമഡി മറ്റേ ഉറക്കത്തിന് വിളിച്ചു കഴിഞ്ഞാൽ തമാശ പറയുന്നത്. അല്ല അങ്ങനെയല്ല, അങ്ങനെ സീരിയസ് ആയിട്ട് പറയുന്ന നമുക്ക് കോമഡി ആവുന്ന. അല്ല ഞാൻ അത്ര ചിരിപ്പിച്ചിട്ടൊന്നുമില്ല, ഭയങ്കര സീരിയസ് അല്ലേ? ഞാനെപ്പോഴും പിന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഇവൻ പല കാര്യങ്ങളും പറയുന്നത്. അതെല്ലാം ഭയങ്കരമായിട്ട് ട്രോളായിട്ട് ഇറങ്ങി കേരളത്തിലെ മുഴുവൻ ചിരിച്ചു മരിക്കുമല്ലേ. അതെ, അങ്ങനെ ഒരു ഷോയില് ചേട്ടൻ പറഞ്ഞത് പിന്നെ അവസാനം വേണ്ടിയില്ലായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഒരു റിഗ്രറ്റും ഞങ്ങളൊക്കെ പറയുന്നത് വേണ്ടിയില്ല. നമ്മളിങ്ങനെ മറ്റേ നിങ്ങൾ എഡിറ്റ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ എന്താ തോന്നുന്നത് അതങ്ങ് ചെയ്യണം. അതെ, അപ്പൊ അത് പിന്നെ റിഗ്രറ്റ് ഒന്നും തോന്നാറൊന്നുമില്ല. ചേട്ടനോട് പിന്നെ ആരെയും കാണുമ്പോ അല്ല ചിലപ്പോ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടി ചെയ്യണമെന്ന്. അല്ല ചേട്ടൻ അതിന് ശേഷം കണ്ടിട്ട് ലൈം ടീ വേണമെന്ന് എത്ര പേര് ചോദിച്ചിട്ടുണ്ട്. അത് അവന്റെ അടുത്ത് ബാലടുത്ത് ചോദിക്കണം, എയർപോർട്ടിലൊക്കെ ചൊല്ലും. എന്റെ അടുത്ത് അധികം ചോദിച്ചിട്ടില്ല. ഒരിടയ്ക്ക് മുഴുവൻ എന്റെ കഥകളായിരുന്നു. പക്ഷെ അന്നേരം ഇത്രയും സോഷ്യൽ മീഡിയ സജീവമല്ലായിരുന്നു. ഇതേത് ഞാനും അങ്ങനെ ഭയങ്കര ഫേമസ് ആയി പോയത്. അയ്യോ ഭയങ്കര. അല്ല ഇന്നൊരാൾ എനിക്ക് അയച്ചു തന്നേക്കണ്, ഈ ഇവന്റെ അടുത്ത് ആര് ചോദിക്കുന്നു, ഈ പക്രു വില്ലന് ഞാൻ നായകനായിട്ട് ചെയ്തുകൂടെയെന്ന്. അപ്പൊ അതെനിക്ക് ആരോ ഇങ്ങനെ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവൻ സമ്മതിക്കണ്ടേന്ന്. കാരണം ഇവൻ എന്നെ കാണുന്നത് ഭയങ്കര കോമഡിയില്ല. ഞാൻ എന്താ കാണിച്ചാലും വിളിച്ചിരിക്കുക, അങ്ങനത്തെ ആളാ. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഒരു കോംബോ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക്. അതിപ്പം ചില എന്താ പറയാ കോമ്പിനേഷൻസ് പറയില്ലേ, ഇപ്പൊ ടോം ആൻഡ് ജെറി എന്നൊക്കെ പറയുന്ന, ഇപ്പം പണ്ടത്തെ നിങ്ങളുടെ പരിപാടി എടുക്കുകയാണെങ്കിൽ ഇത്രയും വർഷം 2025-ലും നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഒരു ഗുഡൻസ് എന്താണ്? നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പറയോ? ഒന്നുമില്ല, ജീവിക്കണ്ടേ, എങ്ങനെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വർഷങ്ങളായി ഇപ്പോഴും നിങ്ങൾ സംസാരിക്കാൻ നമുക്ക് ഭയങ്കര ഒരു രസം ആണ്. അത്രേയുള്ളൂ. അങ്ങനെ അങ്ങ് പോയി, അങ്ങനെ അങ്ങ് ചേർന്നു. അതേപോലെ തന്നെ അത് ഇപ്പം ഞങ്ങൾ ഒരിടയ്ക്ക് ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ 2 എക്സ്ട്രീംസ് ആണല്ലോ. ഇപ്പം നല്ല മാതൃകാ ദമ്പതികളായിട്ട് കാണുന്ന അവരെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നീ ഭാര്യ ഭയങ്കര ശബ്ദവും ഭയങ്കര വർത്താനവും, മറ്റേ ആള് ഭയങ്കര സൈലന്റും ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ. ഇത് നല്ല ഹൈറ്റ് ഉള്ള ഒരാളും ഞാൻ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആൾ. ഈ ഒരു ഡിഫറൻസ് അക്കാലത്ത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. നമ്മളെ തന്നെ കളിയാക്കിക്കൊണ്ടൊക്കെ ഉള്ള ഒരുപാട് സ്കിറ്റുകളും പിന്നെ പല പല കാര്യങ്ങൾ ചാനലുകളിലൊക്കെ ചെയ്തതൊക്കെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങ് ഒരു സക്സസ് ഉണ്ടാവുമ്പോഴാണല്ലോ പിന്നെ നമ്മളത് തുടരുള്ളൂ. അങ്ങനെ സക്സസ്ഫുൾ ആയിരുന്നു നമ്മൾ ചെയ്ത കുറേ TV പ്രോഗ്രാമുകളും ചാനൽ ഷോയും. പിന്നെ സ്റ്റേജിൽ ഒന്നിച്ചായി, ഫ്രണ്ട്ഷിപ്പായി, ഇപ്പൊ ദാ കുഞ്ഞൂട്ടം വരെ വന്നിരിക്കുന്നു. ചേട്ടാ, പക്രു ചേട്ടനെ പറ്റിയൊരു 2 വാക്ക്. ഒരു അത്ഭുത ദ്വീപാണല്ലോ, ഒരു ഐലൻഡ് ആണത്. അപ്പോ നീ പറ, ഞാൻ ചായ കുടിക്കട്ടെ. ചേട്ടൻ ആദ്യം പക്രു ചേട്ടനെ കണ്ടത് യൂത്ത് ഫെസ്റ്റിവലാണ്. യൂത്ത് ഫെസ്റ്റിവൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അതെ, ഈ മാസിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എടാ ഇതൊക്കെ ഞാൻ ചെയ്ത് ചെറുതെ ട്രോളാവോ എന്നെക്കളയാവും. അപ്പൊ ഇവൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, നീ അത്ഭുത ദ്വീപിലൊക്കെ ചെയ്ത് അതൊക്കെ കുഴപ്പമില്ല, അത് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇവനൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നു. തിയേറ്ററിൽ നല്ല രസം കിട്ടും. എന്തുകൊണ്ടോ നല്ല സുന്ദരനായിട്ടൊക്കെ ഫ്രെയിം ചെയ്യുന്ന ഇങ്ങനെ എൻട്രി ചെയ്തപ്പോ ഞാൻ പെരുമ്പാവൂരാ കണ്ടത്. ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. പെരുമ്പാവൂര് അവിടെ കുറെ കൂട്ടുകാരും ഉണ്ടായിരുന്നു, നാട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇരുന്ന് കണ്ടപ്പോ അത് ഞാന് കുറച്ച് പിള്ളേരെ പെരുമ്പാവൂര് വിട്ടായിരുന്നു. എന്റെ കുറച്ച് പിള്ളേരെ അവിടെ ഉണ്ടായിരുന്നു, അവര് കൈയടിച്ചല്ലേ പറയണേ. അതെ, അപ്പൊ അവര് നല്ല കൈയടി. അവരെന്തിനും കൗണ്ടറൊക്കെ അടിക്കുന്ന പിള്ളേരെ. പെരുമ്പാവൂര് പിള്ളേരെന്ന് പറഞ്ഞാൽ പടപടയെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മോശം കണ്ടപ്പോ തന്നെ ചിരിക്കും, അപ്പൊ കളിയാക്കും. ഞാൻ ഈ റേഡിയോ മിർച്ചിയിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോ ഇവരൊക്കെ നമ്മളെ ആൾക്കാരായിരിക്കും. അതാണ് നമ്മുടെ ഒരു സന്തോഷം. അത് തീർച്ചയായിട്ടും. ഇപ്പൊ ആദ്യം നിങ്ങൾ കേറി വന്നില്ലേ, അപ്പൊ ഇങ്ങനെ എന്തോ ഡിസ്കസ് ചെയ്തിട്ടല്ലേ വന്നോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഒരു മിനിറ്റ് എനിക്കൊരു ടെൻഷനായി. ഞാൻ ചെയ്യോ സീരിയസ് ആണോ, എങ്ങനെ സംസാരിക്കാം. അതെന്താന്ന് പറയട്ടെ, നമ്മള് ചിലപ്പോ വേറെ ഇഷ്യൂ കാര്യങ്ങളായിരിക്കും സംസാരിക്കണത്, അപ്പൊ വേറെ മൈൻഡിലായിരിക്കും. അപ്പൊ ആ ഒരു മൂഡിലായിരിക്കും വന്നത്. അതെ, എന്തോ കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പക്ഷെ ഇപ്പൊ സംസാരിക്കുമ്പോ നമ്മൾ ശരിക്കും നമ്മൾ ഈ TV-ലൊക്കെ ആണല്ലോ നിങ്ങളുടെ പരിപാടികൾ കാണുന്നു, ഇന്റർവ്യൂസ് കാണുന്നു.
അപ്പൊ അങ്ങനെ ഇത് ഇപ്പഴാണ് കറക്റ്റ് എന്ന് പറയണ നമ്മള് പോലെ. ജീവിതത്തിൽ സീരിയസ് ശരിക്കും ആവാന്നുള്ളതാണ് സീരിയസ് പ്രശ്നം. ഞാനാ. ഇവൻ ഭയങ്കര പാവാ. ഇവൻ ഭയങ്കര നിങ്ങൾ കോമഡി. ശരിക്കും ചെറിയ ജീവിതത്തിൽ തമാശക്ക് വലിയ രണ്ടുപേരും ചിരി. ഏ? ഞാൻ കുറച്ച് സീരിയസാ ആ, സത്യം പറഞ്ഞ. ആണോ? ഇവൻ ചെറിയ തമാശക്ക് വലിയ ചിരി. ചിലപ്പോ തമാശ ഇല്ലേലും ചിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള അല്ല, ആളാ. എനിക്ക് ഭയങ്കര ആസ്വദിക്കാൻ എപ്പോഴും പറ്റുന്നത് ഞാൻ കണ്ടാ ചിരിക്കും. ഇവിടെ നിന്ന് ആ, ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പേടിച്ചു. അതുപോലെ ചിരിയൊക്കെ ചിരിച്ചു ആ, കളയും. സ്റ്റേജിലൊക്കെ എങ്ങനെയാന്നേ, ആ, കോമഡി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിന്ന് എന്തെങ്കിലും തമാശ അറിയാതെ എന്തെങ്കിലും കൈ നിന്നൊക്കെ ഇടുമല്ലോ, ആ. ഒന്നും വേണ്ട, തട്ടിത്തെറിഞ്ഞ് വീണാലും മതി. പിന്നെ ഇവൻ അങ്ങ് ചിരിച്ചോണ്ട് അല്ല, പോക്കളയും. അപ്പൊ സ്റ്റേജില് സ്കിറ്റ് ഒക്കെ അവതരിപ്പിക്കുമ്പോ അങ്ങനെ ചിരിക്കാൻ ഓ പിന്നെ ഞാൻ പറ്റില്ലല്ലോ. എത്ര ആ പ്രാവശ്യം അപ്പൊ അത് സ്കിറ്റിന്റെ ഭാഗമാക്കും. ഇല്ല, സ്കിറ്റ് പൊളിക്കണ ആൾക്കാർക്ക് അവന്റെ പണി. മനസ്സിലാവും. അല്ല, അവരും എന്ന് കരുതിയിട്ട് നമ്മള് ചിരി വന്നു കഴിയുമ്പോ അടക്കി അതല്ല, വെക്കാം. ഈ സ്റ്റേജിൽ ഈ അബദ്ധങ്ങൾ പറ്റുമ്പോ അത് ഓഡിയൻസിന് മനസ്സിലാവും. ആ, അപ്പൊ അവരും അതിന്റെ കൂടെ എൻജോയ് ചെയ്ത് ചിരിക്കും. ഉം. പിന്നെ ഇവൻ വന്ന് നിൽക്കുമല്ലോ. അല്ല, എന്താന്ന് പറയട്ടെ, നമ്മള് ആ, ഇപ്പോഴത്തെ ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പേടിച്ചിട്ട് ഞാൻ ചിരിക്കാണ്ടിരിക്കൊന്നുമില്ല. ഉം, അത് ചിലപ്പോ നമുക്ക് എതിരായിട്ട് എഴുതുമായിരിക്കും, ഇവൻ എന്തിനാണ് അവരെ കളിയാക്കി ചിരിച്ചത്. കളിയാക്കി ഉം, ചിരിച്ചതല്ല, ഉം, ഞാൻ ആസ്വദിക്കണം. എന്റെ ലൈഫിൽ എനിക്ക് ചിരിക്കണ്ടേ, അതെ. അല്ല, ചിരിക്കാനാണ്. ഞങ്ങൾ തമ്മിൽ ഉള്ള സ്കിറ്റുകളിലൊക്കെ ഉം, എന്നെ കളിയാക്കി ഇവൻ ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുത്ത സാധനങ്ങളാണ്. ഉം, അതായത് അവിടുന്ന് അങ്ങനെ ചോദിച്ചാലേ എനിക്ക് മറുപടി പറയുമ്പോൾ അത് ചിരി കിട്ടുള്ളൂ. ആ. അങ്ങനെ ഞാൻ തന്നെ എന്നെ കളിയാക്കിക്കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അത് പണ്ടത്തെ പണ്ട് തൊട്ടിട്ട് സ്കിറ്റ്, പണ്ട് ഇപ്പോഴാണേലും മുതലേ. എന്തെങ്കിലും ഇവനെന്തേലും ഞങ്ങൾ തമ്മിൽ പറയുന്നതിനകത്ത് അത്തരത്തിലുള്ള തമാശകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞ് കേൾപ്പിക്കും. ഉം, ഒപ്പം തന്നെ പല സിനിമകളിലും ഉള്ള തമാശകളില്ലേ, ആ, ഇപ്പം മീശ മാധവനിലെ അതെ. അപ്പം ഡയറക്ടർമാർക്കൊക്കെ ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാവും. ഉം, എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ, അവരങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ആ, ഞാൻ പറയും, ധൈര്യമായിട്ട് പറഞ്ഞു, നമ്മൾ എവിടെ ചെല്ലുന്നോ എവിടെ നിൽക്കുന്നോ അവിടെ സന്തോഷം ഉണ്ടാകുക, ചിരി ഉണ്ടാകുക. ഉം. അതിനകത്ത് നമ്മൾ അങ്ങനൊന്നും ഒരു 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 നമ്മളെ കളിയാക്കുന്നതിന്റെ ഒരു വിഷമോ അല്ലെ അങ്ങനത്തെ ഒരു ഉം. കാര്യമേ എനിക്കില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചേട്ടൻ പറഞ്ഞ പോലെ ചർച്ച ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണല്ലോ. ഇപ്പൊ കോമഡിയിൽ ആ സംഭവം വരുമ്പോഴേക്ക് എത്രമാത്രം ലിമിറ്റഡ് ആയി പോകുന്നുണ്ട്. ഇപ്പൊ കെട്ടിച്ചങ്ങലക്കിട്ട പോലെയാണ്. അപ്പൊ അല്ലെ? സ്കിറ്റ് ഒക്കെ ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ അത് പ്രശ്നം ഇത് പ്രശ്നം അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ ആ, വരുമോ? ഉണ്ട്. അല്ല, അങ്ങനെ പക്ഷെ കുറെ അല്ല, കളികളൊക്കെ ഒരു ചെയ്യും. ഒരു തരത്തിൽ നോക്കിയാലേ ഉം, ഇതൊക്കെ കാലത്തിന്റെ അനിവാര്യതയാണ്. നമ്മള് ചിന്താഗതികൾ അപ്ഡേറ്റ് ആവില്ല, മനുഷ്യന്മാരും മാറത്തില്ലേ. ഉം, പുതിയ കുട്ടികളെയൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, അവർക്കൊക്കെ അവരവരുടെ കാര്യങ്ങളുള്ളൂ, വേറെയുള്ളവരുടെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഉം, അപ്പൊ കുറെയൊക്കെ സത്യസന്ധരാ അവര് കാര്യങ്ങളൊക്കെ. ഉം, അപ്പൊ അവര് പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ശാരീരിക പരിമിതി ഉള്ള ഒരാളെ ഒരിക്കലും കളിയാക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, അതിന് പ്രത്യേകതയായിട്ടൊന്നുമില്ല. ഉം, അവരെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു തലമുറ ഇങ്ങനെ കുറച്ച് മുതിർന്ന് അങ്ങനെ വരുമ്പോൾ ഉം, അത് കഴിഞ്ഞ് വരുന്ന തലമുറ അതേപോലെ അങ്ങനെ ആയി മാറും. അത് സ്വാഭാവികം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള തമാശകളും കാര്യങ്ങളും ഉം. കാലത്തിൻ്റെതായ മാറ്റങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറുക. അത് സിനിമയിലാണെങ്കിലും എവിടെയായാലും അത്രേ ഉള്ളൂ. ഒരാളെ തുറിച്ചു നോക്കുന്ന പോലും ഇപ്പൊ ഇതാണ്, സ്റ്റെയർ ചെയ്ത് നോക്കൂല. ആ, അപ്പൊ ചെറയണെന്ന് പറയും ചില ആ, ഏഹ്, അതെ. അതുപോലും പാടില്ല എന്നാണ് നമ്മുടെ മക്കളൊക്കെ പറയുന്നത്. എന്തിനാ ഇങ്ങനെ നോക്കുന്ന ഒരാളെ കണ്ടു കഴിയുമ്പോൾ ഉം, അത് അയാൾക്ക് ഇൻസൾട്ട് അല്ലേ, അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വേദനിപ്പിക്കലല്ലേ എന്നുള്ളത്. അപ്പൊ ആ അതിന് ഒരു ഇതിൽ കാരണേ നിൽക്കുമ്പോ എന്താന്ന് വെച്ചാൽ ഉം, പണ്ട് ഞങ്ങള് ഇപ്പൊ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് വെറുതെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ചിരിക്കും. ഉം, നമ്മളെ കാണുമ്പോൾ ചിരിക്കാറുണ്ട് ആൾക്കാർ ആ, സന്തോഷത്തോടെ. ആ, അത് കളിയാക്കലും എന്താട്ടെ, ഉം, പെട്ടെന്ന് കാണുമ്പോൾ ഒരു കൗതുകം. ദുബായിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളൊക്കെ പോകും. പക്ഷേ US അന്ന് പോയപ്പോഴും ഉം, ഇതേ മൈൻഡ് സെറ്റാ ഇപ്പൊ ഉള്ള പോലെ തന്നെ. ഉം. ആണോ? അന്ന് അന്ന് അപ്പൊ ഞാൻ ഇവനോട് സംസാരിച്ചു, ഉം, പിന്നെ നമ്മൾ ഇവിടെ മാത്രം ഉം. ആരും നമ്മളെ നോക്കുന്നില്ല, കുട്ടികൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഉം, അപ്പൊ അന്നേ അവിടെ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അവിടെ എന്താന്ന് പറയട്ടെ. ഉം. ഹൂക്കേഴ്സ് അതെ. അതാണ് ഓക്കെ. ശരിയല്ലേ? കറക്റ്റാ. ഉം, കാരണം അവിടെ ഭയങ്കര വണ്ണമുള്ളവരും തീരെ ഇതായിട്ടുള്ളതും എന്ത് ബുദ്ധിമുട്ടുള്ള ഇതെല്ലാം പോകും. ആ, പക്ഷെ ആരും ആരെയും നോക്കുന്നില്ല, അവരവർക്ക് അവരവരുടെ കാര്യം അവരുടേതായ സ്പേസിൽ അവർ ഹാപ്പിയാണ്. ഉം, അത്രേ ഉള്ളൂ. ഉം. ഇപ്പം ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ പണ്ടത്തെ സ്കിറ്റുകൾ കണ്ടിട്ടുണ്ട്. ഈ പണ്ട് അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ, ഇങ്ങനെ കലാഭവൻ ഡേയ്സ് എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ അല്ല, പണ്ടത്തെ. ചിലതൊക്കെ നല്ലതാ. ഞങ്ങളുടെ പഴയതൊക്കെ ചിലത് ഇപ്പൊ ഞങ്ങൾക്ക് കാണുമ്പോൾ ഇപ്പൊ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആണോ? പക്ഷെ അന്ന് ചെറിയ തമാശയ്ക്കും വലിയ ചിരിയ ഉം. ഓഡിയൻസിലും ഒക്കെ കാരണം തന്നെ നമുക്ക് ആ ഭയങ്കര. വീഡിയോ കാണുമ്പോ തന്നെ കേൾക്കാം ആ. സ്റ്റേജിന്. പിന്നെ അതുപോലെ തന്നെ അന്ന് താരങ്ങളൊക്കെ അനുകരിക്കുമ്പോഴും ആ, ശ്രദ്ധിച്ചറിയാൻ പറ്റും, ശക്കല ഒരു സിമിലാരിറ്റി വന്ന ഒരു ക്ലാപ്പാ. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതല്ല, ഇപ്പൊ ഞാൻ ഫിഗർ ക്രിട്ടിസൈസ് ചെയ്യാൻ അല്ല, ആ ആള് തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തില പിള്ളേര് അത്ര പെർഫെക്ഷനാ. അപ്പൊ അതും ഇതിനൊക്കെ വന്നിരിക്കുന്ന അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ്. മിമിക്രി എന്ന കലയ്ക്ക് ഒരു അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ട്.
അതെ. ഇപ്പൊ ചേട്ടൻ ജഡ്ജായിട്ട് കൂടി ഇരിക്കുമ്പം ആ ഒരു ജനറേഷൻ എങ്ങനെയൊക്കെ മാറി കോമഡി വരുന്നു എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ചേട്ടന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാ? അല്ല, ഇപ്പൊ പിള്ളേര് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഉം. അവർക്കൊരു അക്കാഡമിക്കലായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട്. ആ. ഇപ്പൊ ഇൻഫോ പാർക്കിലുള്ള പിള്ളേര് അവരൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഉം. ഇംഗ്ലീഷിൽ ഷോ ചെയ്യുന്നുണ്ട്. ഞാൻ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പരിപാടിക്കൊക്കെ വന്നവർ ഇംഗ്ലീഷിലാണ് ഷോ ചെയ്യണത്. അതുപോലെ നിങ്ങൾ ഓ. റേഡിയോ ജോക്കികളൊക്കെ ഉം. നിങ്ങൾ രണ്ടുപേരൊക്കെ നിന്നിട്ടുള്ള തമാശകളൊക്കെ ഉം. പല പല സാധനങ്ങളും ഞങ്ങൾ റേഡിയോയിൽ കേട്ട് ഞങ്ങൾ ചിരിച്ച്. അതുപോലെ വാട്സാപ്പ് കോമഡികള്, ആ. ഇപ്പൊ ചില Trolls. ക്യാരക്ടറുകളുടെ ചില ആ. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോഴേ ആ. ഭയങ്കര രസമായിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിഷയങ്ങളെയൊക്കെ എടുത്ത് അവതരിപ്പിക്കുമ്പോ ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, അതായത് ഇപ്പോ ടിനി ടോമോ പക്രു തമാശ പറയണമെന്നില്ല. ഇപ്പൊ ഉം. പേരെന്താ, പാർവതി. പാർവതിക്കും പറയാം. പാർവതിയും തമാശ പറഞ്ഞ ചിരിക്കുന്ന കാലമായിരുന്നു. ഉം. രൂപം മനസ്സിലായോ വെച്ചല്ലേ ഇപ്പൊ ഒന്നുമില്ല, ഇന്റലിജന്റ് ആയിട്ടുള്ള ആർക്കും തമാശ പറയാം. ബൗദ്ധിക കോമഡികളില്ലേ അത്ര ആ. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ. ഇപ്പൊ നാസയുടെ സുനിത വില്യംസ് ഉം. അവിടെ പോയതിനെ കുറിച്ചായിരിക്കും ഇവിടെ നിന്ന് ഒരാൾ പോയിട്ടുണ്ടെന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് പത്രങ്ങൾ വായിക്കുകയും ഉം. ഈ ഇത് അപ്ഡേറ്റഡ് ആണ് ന്യൂസ് ആ. ഇപ്പോഴത്തെ ആ. കാര്യങ്ങൾ. അപ്പൊ അത് വെച്ചിട്ടുള്ള കോമഡികൾ അല്ലാണ്ട് നീ അവിടെ പോയടാ ഞാൻ അവിടെ പോയില്ലേ ആ സൗണ്ടോ അല്ലെങ്കിൽ രൂപോ വെച്ചുള്ള കോമഡി അല്ല. അതെ. അത് ശരിയല്ലേ, കുറേം കൂടി അങ്ങനെ സ്കിറ്റുകളൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. അതെ. പിന്നെ ആണുങ്ങള് പെണ്ണായിട്ട് ഒരുങ്ങിയിട്ടുള്ള ഉം. സാധനങ്ങള്, അതുപോലെ കറുപ്പിനെ കളിയാക്കുക, വണ്ണത്തെ വെച്ച് കളിയാക്കല്, ഉം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് മാറിയില്ലേ, ഒരുപാട് ഒഴിവായില്ലേ. അതെ. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ മിമിക്രി എന്ന കലയും അപ്ഡേറ്റഡ് ആയിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള മാറ്റം, പിന്നെ കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണമല്ലോ, ഉം. അത്രേ ഉള്ളൂ. ഇപ്പം ഈ എന്താ പറയാ, നെഗറ്റീവ് കോമഡി റോളുകൾ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ കുറച്ചൊരു വില്ലനിസം, ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്നതാണോ നിങ്ങൾക്കൊരു രസം അല്ലെങ്കിൽ ഇഷ്ടം? കാണാൻ ഇഷ്ടം കോമഡി കാണാനാണ് എനിക്ക്. പക്ഷെ ആ. ചെയ്യാൻ ഇഷ്ടം ഇത്തിരി ക്യാരക്ടർ റോൾസ് ആണ്. ഞാൻ അങ്ങനെ വന്നിട്ടുള്ള, ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു കോമഡി സൈഡിലല്ല, ക്യാരക്ടർ റോൾസ് ചെയ്താണ് ഞാൻ അതെ. വന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടില്ല. അല്ല, തമിഴ് ചെയ്തില്ലേ, അത് ഡിഷുവിൽ ചെയ്തു. അതൊരു വേറൊരു തരത്തിലുള്ള ആ. വില്ലൻ. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മലയാളത്തിലൊരു വില്ലൻ ചെയ്യണം, അതെ. നെഗറ്റീവ്. Yes. ആ. വേഗം തന്നെ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ്. ടിനി ടോമിന്റെ വില്ലൻ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ആ. നല്ല വില്ലൻ ആയിരിക്കണം. അത് നമ്മള് മറ്റേ ശരീരം കൊണ്ടോ കണ്ണുകൊണ്ടല്ല നമ്മള് വില്ലനാവുന്നത്, നമ്മുടെ ആക്ടിവിറ്റി കൊണ്ടായിരിക്കുമല്ലോ. അത് ചിലപ്പോ ബ്രെയിൻ കൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ മറ്റേ വന്നിറങ്ങുമ്പോ തന്നെ മുഖത്തൊരു വെട്ട്, ഒരു കണ്ണില്ല, അല്ലെങ്കിൽ കയ്യിൽ ചങ്ങലയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊന്നും അപ്പൊ തന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടോ? അത് സിനിമയിൽ മാത്രമാണ്. നമ്മൾ റോട്ടിൽ കൂടിയാണ് അല്ലേ സിനിമയിൽ കാണുക. പിന്നെ നമ്മുടെ ഈ 916 കുഞ്ഞുട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ ഇന്നുണ്ടായൊരു സന്തോഷം, അതും നമുക്ക് ഷെയർ ചെയ്യാലോ. ഒന്നുമില്ല, ഈ 916 കുഞ്ഞുട്ടന്റെ കേക്ക് ഒക്കെ നമ്മളിവിടെ മുറിച്ചല്ലോ, അതിന് പ്രത്യേകം നിങ്ങളോട് താങ്ക്സ് പറയുന്നു. കാരണം ഒരു വിജയത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു മധുര വിതരണമൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും അതിന് റേഡിയോ മിർച്ചിയോട് പ്രത്യേകം താങ്ക്സ് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ സിനിമ കുറച്ചുപേര് കണ്ട അഭിപ്രായം വെച്ചിട്ട് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് നല്ല അഭിപ്രായം ഉണ്ടെന്നും കുറെ സിനിമകൾ ഇറങ്ങിയതെല്ലാം നല്ല രീതിയിൽ വരുന്നുവെന്നും പിന്നെ എനിക്കൊരു ആശംസയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ടീമിനെ എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ട് അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ചെറിയ സിനിമയെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നടനായ എന്നെ പ്രൊമോട്ട് ചെയ്യണം എന്ന് ആ എന്താ പറയുന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് വ്യക്തിപരമായിട്ട് തോന്നാനുള്ളൊരു മനസ്സുണ്ടായല്ലോ, അതൊരു വലിയ സംഭവം തന്നെ. അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്, സാംസ്കാരികം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ എല്ലാവരും നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ? അല്ല, നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ അകത്തുനിന്നായി സിനിമ ചെയ്തത്. സിനിമ പറയുന്ന ഇതിവൃത്തത്തെ കുറച്ചുകൂടെ നമുക്ക് വലുതാക്കാമായിരുന്നു. പക്ഷെ പല കാര്യങ്ങളുണ്ട്, നമ്മുടെ ബജറ്റ്, സിനിമയ്ക്ക് നമുക്ക് എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ, ഞാൻ നായകൻ. അപ്പൊ ആ ഒരു മാർക്കറ്റിംഗ് സൈഡ് മറ്റു കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഇതൊരു ചെറിയ സിനിമ ആയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ തിയേറ്ററിൽ കാണുമ്പം ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് കുറെ കൂടെ എങ്ങനെയെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ സിനിമ കാണുമ്പോഴും നമുക്കത് തോന്നാറുണ്ട്. പിന്നെ പാട്ടുകൾ നല്ലതാണ്, കുടുംബങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സ്ത്രീ കഥാപാത്രങ്ങളുണ്ടല്ലോ, സാധാരണക്കാരായിട്ടുള്ള ചേച്ചിമാർ. അപ്പം ഞങ്ങൾ കുറച്ച് തിയേറ്ററുകളൊക്കെ പോയായിരുന്നു. പോയടത്തൊക്കെ ഇവരുടെ ഒരു വലിയൊരു സ്നേഹം, അവർക്കൊക്കെ അത് കണക്റ്റ് ആവുന്നുണ്ട് ഈ സിനിമ.
ചിലപ്പോ ഇപ്പൊ നമ്മൾ ചില സിനിമകള് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള സ്ത്രീ അമ്മമാരും ചേച്ചിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാതെയാണോ കണക്ട് ആവാത്തതാണോ എന്ന് അറിയത്തില്ല. ഉം. പക്ഷെ ഇതങ്ങനെയല്ല. ഇതെല്ലാവരും തന്നെ വന്നിട്ട് നമുക്ക് പലതരത്തിലുള്ള ആൾക്കാർ, ഇത് കൊച്ചുകുട്ടികൾ ഏതൊരു ന്യൂജൻ സിനിമ അല്ല, എന്നാൽ ഓൾഡ് ജെന്നും അല്ല. അതൊന്നുമല്ല. ആ, അതാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത് അതെ. ഒരു സിനിമ. യെസ്. അപ്പൊ ചേട്ടന്റെ ഞാൻ ഇങ്ങനെ എന്താ പറയാ ഇന്റർവ്യൂവിന് വേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബ്ലൂ ബെൽറ്റ് കരാട്ടയിലെ ബ്ലൂ ബെൽറ്റ് ആണെന്ന് ഞാൻ ആരാ ചേട്ടൻ ടിനി ടോം ചേട്ടൻ അത് ഒപ്പിച്ചു അത് അല്ലേ? ഈ ഞാൻ ഈ അറിയാതെ അതെപ്പോ? വിക്കിപീഡിയയിലൊക്കെ ഓരോന്ന് ഇങ്ങനെ അതൊന്നും അത് ഒരിക്കലും ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോ ഗൂഗിളോ വിക്കിപീഡിയയിലോ മാത്രം വിശ്വസിച്ചിട്ടില്ല. അല്ലാണ്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. ആ, കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് അതെ. ചിലപ്പോ എവിടെന്നോ ആരെങ്കിലും ഒക്കെ എഴുതി വെച്ചതായിരിക്കും. അതൊക്കെ വിശ്വസിച്ചിട്ട് എന്റെ കാര്യമല്ല പറയണത്, ആ, ചിലപ്പോ ഈ സീറ്റിൽ വന്നിരിക്കുന്ന വലിയൊരാളായിരിക്കും. ആ ഉം. പുള്ളിയുടെ അടുത്ത് അങ്ങനെ ഒരാളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇതിന്റെ സെക്രട്ടറി ആയിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോ പുള്ളി അന്തിച്ചു. അപ്പൊ എന്നെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. അതെ പക്ഷെ ഇതെനിക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതെ ആ, ആണല്ലേ. ആ. ഞാൻ പക്ഷെ ചേട്ടൻ അതിനെ പറ്റി അങ്ങനെ കൂടുതൽ അത് ഇവര് തന്നെ സംസാരിക്കാനൊന്നും കണ്ടുപിടിച്ചതാണ്, നമ്മളത് പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ഒരു മറ്റേ നീ ആ പാത്ര ബെൽറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന ബെൽറ്റ് അതിനകത്ത് വന്ന വല്ല കാര്യമാണോ ഈ ബ്ലൂ ബെൽറ്റ്? അല്ലല്ല അപ്പൊ അല്ലല്ല അത് ആ ബെൽറ്റ് അല്ല. നിങ്ങൾക്ക് വല്ല ബ്ലൂ ബെൽറ്റ് ഉണ്ടോ പറ. മറ്റേ ഞാൻ ഉണ്ണിമൂന്തൻ ആ അത് ബെൽറ്റ് അല്ലേ, ആ ബെൽറ്റ് അല്ല. അതിന് മുമ്പുള്ള ഇതെന്താ പറയുക, നമ്മളൊരു ഇതൊരു കാലഘട്ടത്തിൽ കോഡാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ബെൽറ്റിന്റെ ഭാഗമായി വന്നതാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അല്ല, ഒരു കാലഘട്ടത്തിൽ ബ്രൂസ്ലി ആവാനൊക്കെ ആഗ്രഹമായിരിക്കും, ആ. പിന്നെ മൈക്കിൾ ജാക്സൺ ആവാൻ ആഗ്രഹമുണ്ടാവും. ചേട്ടൻ ആക്ഷൻസ് ഭയങ്കര ആക്ഷൻ മൂവികൾ ആക്ഷൻ ഇഷ്ടമാണ്. ഭയങ്കര ആ, ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. ആ, കാരണം ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാം ഇഷ്ടപ്പെടാൻ, എല്ലാം ചെയ്യാനും പറ്റും. ആ. അപ്പോ ആക്ഷൻ സീക്വൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഒരു ഇതായിട്ട് കാണിച്ചു കൊടുക്കില്ല ഈ പടത്തിൽ. ഉം. ഇപ്പൊ ഞാൻ 19ാം നൂറ്റാണ്ടില് സുരേഷ് കൃഷ്ണക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ആ. അപ്പൊ വിനയൻ സാർ ഉടനെ എന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നിൽക്കുന്ന രാജാവ് ഞാനാണ്. മറ്റേ പുള്ളി പാലക്കാട് രാജാവ്, ഞാൻ ചേർത്തലയിലെ രാജാവ്. അപ്പൊ വിനയൻ സാർ പറഞ്ഞു, നീ റെഡി ആയിക്കോ. ചേർത്തല രാജാവ് റെഡിയാകാൻ പറഞ്ഞല്ലേ? കാരണം സിജു വിൽസന് ഒരാള് ചവിട്ടാനുള്ള ഒരാൾ വേണം. വെറുതെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ അതിന്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് പുള്ളിയുടെ എതിരായിട്ടുള്ള. അപ്പൊ എന്റെ അടുത്ത് കളരി പഠിക്കാൻ പറഞ്ഞു. അപ്പൊ കളരി പഠിക്കാൻ പോയപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കളരി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം കുനിഞ്ഞ് പേഴ്സ് എടുക്കാൻ പോലും പലർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ കളരി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിലൊക്കെ പേഴ്സ് വീണുമ്പോ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. എത്ര വർഷം പഠിച്ചു കളരി? 1 മാസം. അതില് നമുക്ക് സിനിമക്ക് ആവശ്യമുള്ളതാണല്ലോ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് തന്നെ നമുക്ക് പിന്നെ കൊറോണ ആയിരുന്നു, വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. സിജു വിൽസന്റെ ഒപ്പം ഞാൻ പോകും. അപ്പൊ ഗോകുലം ഗോപാലൻ സാറിന്റെ ചെലവാണല്ലോ, അപ്പൊ ഭക്ഷണമൊക്കെ കിട്ടുകയും ചെയ്യും. നല്ല പുട്ടും നല്ല അഫ്ഗാൻ ചിക്കനും. എന്നിട്ടാണ് പുള്ളി കുനിഞ്ഞ് പേഴ്സ് എടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് ചെലവ് നടക്കുകയും ചെയ്യും, നന്നാ കളരി പഠിക്കുകയും ചെയ്യാം. അങ്ങനെ പഠിച്ചു. അപ്പൊ അത് ഈ ഫൈറ്റിന് ഗുണം ചെയ്തു. ഇവര് ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോ നമ്മളെ കാസ്റ്റ് ചെയ്യും. ഇപ്പൊ ഇതിന്റെ അകത്ത് ഈ 19ാം നൂറ്റാണ്ടിൽ ഒരു ഒറ്റ ചവിട്ടാന്റെ മുതത്തിട്ട് സിജു വിൽസൺ വന്നിട്ട് നിർത്തിയതാ കളരി. സിജു വിൽസൺ ചാടിപ്പോയതേ അവിടെ എന്റെ കളരിയിൽ മുഖത്ത് ആശാനെ ചീത്ത വിളിച്ച് പുറയുന്ന തൊഴി വരുന്ന പഠിപ്പിച്ചിട്ടില്ല. അത് പഠിപ്പിക്കാതെ പറ്റിപ്പോയി. അതുകൊണ്ട് അന്ന് നിർത്തി. 1 മാസം കൊണ്ട്. അത് 7 ദിവസം കിട്ടി ചവിട്ട്. അയ്യോ, അത് 7 ദിവസം ഷൂട്ട് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും അബദ്ധം പറ്റിയ ഒരാളുണ്ട്, സലീം ബാബ ഒക്കെ ഉണ്ട്. സലീം ബാബ അല്ല, ഫസ്റ്റ് ദിവസം തന്നെ കുത്തുകൊണ്ട് മരിക്കുകയാണ്. പുള്ളി ഒരു ആവശ്യമില്ലാണ്ട് എന്റെ പിന്നിൽ വന്ന് മരിച്ചു വീണു. പിന്നെ 7 ദിവസം മരിച്ചു കിടക്കണം. വൈകുന്നേരം ആകുമ്പോ മഴ തുടങ്ങും. 5 മണിക്ക് മഴ തുടങ്ങും. പുള്ളി പറഞ്ഞു, എന്റെ ദൈവം പുറത്തു പോയി മരിച്ചാൽ മതിയായിരുന്നു, ഈ ഫ്രൈമിൽ വന്ന് മരിക്കണ്ടായിരുന്നു. ഈ 7 ദിവസം 5 മണിയാകുമ്പോ മഴ തുടങ്ങും രാത്രി. വിറച്ചിട്ടുണ്ടല്ലോ, 12 മണി 1 മണിയാകുമ്പോ ഞാൻ ചായ തിളപ്പിച്ച് നെഞ്ചത്ത് നോക്കും. മറ്റാളിങ്ങനെ മുകളിലോട്ട് നോക്കിയാ കിടക്കണം. അപ്പൊ മഴ വായിലോട്ടാ പോണത്, കണ്ണിലോട്ടും. സലീമായി മനുഷ്യനെ മനസ്സിലാവില്ല. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നിക്കണത്. കാരണം കോമഡി മനസ്സിലാലോചിച്ചാൽ അല്ലെങ്കിൽ നിക്കാൻ പറ്റില്ല. കാരണം 12 1 മണിയാകുമ്പോഴേക്കും നമ്മൾ വിറച്ചിട്ട് മഴയല്ലേ. എന്നിട്ട് സിനിമയിൽ വരുമ്പോ ഒരു 3 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അതാണ് ഏറ്റവും വലിയ രസം. പക്ഷെ ഒരൊറ്റ അതായത് സിജു വിൽസൺ പറന്നങ്ങോട്ട് പോകുന്നുണ്ട്, അത് എന്റെ മുതുകത്ത് ചവിട്ടിയിട്ടാണ് പൊക്കണത്. ഒറ്റ ചവിട്ടം കൂടെ വിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അന്ന് ഈ കളരി ഉണ്ടായിരുന്നോണ്ട് എനിക്ക് ആ ഭയങ്കര ഒരു ഇഞ്ചുറി പറ്റാണ്ടിരുന്നത്. സുരേഷ് കൃഷ്ണ റിബ്സ് പൊട്ടിയിട്ട് 6 മാസം കിടപ്പായി പോയി. ഈ ഫൈറ്റിന്റെ ഇടയിൽ ഇതൊക്കെ സംഭവിക്കാം.
അയ്യോ. ആ. അപ്പൊ ചേട്ടന്റെ ആ ബ്ലൂ ബെൽറ്റ് കരാട്ടെ ബ്ലൂ ബെൽറ്റ് അതല്ല എത്രമാത്രം ഈ കളരി help ഒരു ചെയ്തു? മാസത്തെ കളരി കൂടെ ചെയ്ത അതെ, ഒരു മാസം കളരി എത്ര ഹെൽപ്പ് ചെയ്തു? അപ്പൊ ഞാനേ ഞാൻ ഞാൻ മരിച്ചു വീണ ആളുടെ വീടിന്റെ അടുത്തൂടെ പോകാൻ പറ്റില്ല ഇപ്പോഴും. അത് മാത്രം ഒരു പ്രശ്നം. അല്ല ഞാൻ ഫൈറ്റിൽ ഇവൻ ഇങ്ങനെ കാരണമാണ് അത് ഈ സംഭവിച്ചത്. ചവിട്ട് കണ്ടിട്ട് കിടക്കണ കണ്ടിട്ടേ തവളയൊക്കെ ഇങ്ങനെ ചതഞ്ഞ് കിടക്കണ പോലെ ഞാൻ കിടക്കണം. അപ്പൊ ഷാജി സാറാണ് ക്യാമറമാൻ, നമ്മുടെ തുടരുന്റെ ഒക്കെ ക്യാമറമാൻ, ആ. പുലിമുരുകന്റെ ഒക്കെ. അപ്പൊ ആ. പുള്ളി ലാലേട്ടനെ വെച്ച് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്നെ ആ. ഇങ്ങനെ നോക്കിക്ക. ആ. എന്നിട്ട് മാസ്റ്ററുടെ പറഞ്ഞു കളരി ഭയങ്കര കളരി പഠിച്ചിട്ട് വന്നേക്കണ ആളാന്ന് പറഞ്ഞു. ഞാൻ ഈ തവള ചത്തോലെ ഇങ്ങനെ കിടക്കുക. കാരണം എന്ന് പറഞ്ഞാല് ബൂട്ടൊക്കെ ഇട്ട് ഒരു ഒറ്റ ചവിട്ട് കിട്ടിയാലേ. അയ്യോ. അപ്പൊ അതൊക്കെ നമ്മുടെ ഇതിന്റെ പക്ഷെ നമുക്ക് സന്തോഷമാണ് സ്ക്രീനിൽ കാണുമ്പോൾ അതൊന്നും ഉണ്ടാവുമല്ലോ. അതൊരു ആർക്കൈവ് അല്ലേ, ഒരു ലൈബ്രറി പോലെ എടുത്തു വെക്കല്ലേ. 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമ അതെ. ഇപ്പോ കുഞ്ഞൂട്ടനിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഉം. അപ്പൊ അതൊക്കെ ശരിക്കും അല്ലേ? വരുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഇപ്പൊ സ്ക്രിപ്റ്റുകൾ കേൾക്കുമ്പം അങ്ങനെയും കൂടി മനസ്സിലാലോചിച്ചിട്ടാണ് ഇപ്പം കഥകൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെ നമുക്ക് ഇതുവരെ ചെയ്തതല്ലാത്തത് ചെയ്യാം എന്നുള്ളൊരു തോട്ട് എപ്പോഴും നിങ്ങളുടെ പാരലലി ഉണ്ടാവുമായിരിക്കും അല്ലേ മൈൻഡില്? പിന്നെ കുറെ പേര് സ്ക്രിപ്റ്റ് ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് വരും. പലതും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വലിയ ആൾക്കാർക്കുള്ള, അതായത് യാതൊരു വിധത്തിലും നമുക്ക് ഒരു സ്പെസിഫിക്കേഷൻ ഇല്ലാത്ത സംഗതി വന്നിട്ട് അത് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. പിന്നെ ഒരു പ്രൊഡക്ഷനായിട്ട് വന്നാലേ നമുക്ക് ഓക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കഥ കേട്ട് കഥ ഇഷ്ടപ്പെട്ടത് കൊണ്ട് സിനിമ നടക്കണമെന്നില്ലല്ലോ. അതെ. നല്ലൊരു ഡയറക്ടർ വേണം, പിന്നെ പ്രൊഡ്യൂസർ വേണം, മറ്റു കാര്യങ്ങളെല്ലാം അല്ല വേണം. ഇവനെ തേടി വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ അന്വേഷിച്ച് പോകാൻ പറ്റില്ല. എനിക്കൊക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ടിനിട്ടോൻ കൂടുതൽ കാശ് പറഞ്ഞു, അല്ലെങ്കിൽ ടിനുവിന് അപ്പൊ തന്നെ വേറെ ആള് എൻ്റെ അത് വരും. കാരണം അജയ് കുമാർ അല്ലെങ്കിൽ ഗിന്നസ് പക്രൂനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുഞ്ഞൂട്ടൻ അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. ഇവനില്ലെങ്കിൽ ഈ പടം വേണ്ടെന്നാണ് അവര്. അവരുടെ പഴയ പോലൊന്നും അല്ല, ഈ പൊക്കക്കുറവ് വെച്ചുള്ള കഥാപാത്രമൊക്കെ കുറഞ്ഞു. വേറെ വല്ല രാജ്യത്തേക്ക് മാറേണ്ടി വരും മിക്കവാറും. പണ്ടത്തെ പോലൊന്നും അല്ല ഇപ്പൊ. അങ്ങനെയുള്ള സംഗതിയൊക്കെ അല്ല വെച്ച് അതിപ്പോ ഹോളിവുഡിലെ ആള് തീരുമാനിക്കുകയാണെങ്കിലും എന്നെ തേടി വരും. അല്ല ഹോളിവുഡിലെ ഇപ്പൊ ഒരു ഡയറക്ടർ ചേട്ടനെ വിളിക്കാണ്, കം ടു അമേരിക്ക. അപ്പൊ ചേട്ടൻ ആ റൂട്ടിൽ വന്നിട്ട് ഡബ് ചെയ്തോളാൻ പറയും. പക്ഷെ അവിടെ എല്ലാം ഞാൻ അറിഞ്ഞത് സിംഗ് സൗണ്ടും എന്നെക്കാളും വലിയ മിടുക്കൻ പീറ്റർ ഡിംഗ്ലേജ് അതുപോലെയൊക്കെയുള്ള ഉസ്താദുക്കളുണ്ട് അവിടെ. അതുകൊണ്ട് ഞാൻ എന്തിന് ഹിന്ദി ഫ്ലുവന്റ് അല്ലാത്തതുകൊണ്ട് ബോഡി ഗാർഡ് ഹിന്ദി നോടിയ ആളാ ഞാൻ പേടിച്ചിട്ട്. സൽമാൻ ഖാന്റെ ഒപ്പം അഭിനയിക്കേണ്ട ആളായിരുന്നു. മലയാളത്തിലും തമിഴിലും ഞാൻ അഭിനയിച്ചില്ലേ, ഹിന്ദിയിൽ മാത്രമേ ഞാൻ ഇല്ലാവുള്ളൂ. സാറിനോട് ചോദിച്ചു എങ്ങനെ ഹിന്ദി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭയങ്കര കുഴപ്പമാണ് സാറേ, ഹിന്ദി ഇച്ചിരി പ്രശ്നമാണ്. കാരണം എനിക്ക് പേടി അദ്ദേഹത്തിന്റെ ഒക്കെ മുന്നിൽ ചെന്ന് ഡയലോഗ് പറഞ്ഞ് വാല് മുറിയുവോ, ഒരുപാട് അവർക്ക് ബുദ്ധിമുട്ട്. കാരണം നമുക്കിത് ഒരു പിടുത്തമില്ല. സൽമാൻ ഖാനും ഇവനെ പേടിയുണ്ട്, സിക്സ് പാക്ക് ഉള്ള ഒരുത്തനാണ് വരുന്നത്. അപ്പൊ പുള്ളിനെ ബാധിക്കുമെന്നുള്ളത് അപ്പൊ ഇവനെന്ന് പറഞ്ഞ അങ്ങനത്തെ പേടിയൊന്നുമില്ല. അവിടെ ചെന്ന് സൽമാൻ ഖാൻ ലാസ്റ്റ് ഇവന്റെ കൂട്ടുകാരനാവും. ഇനി നിനക്ക് വേണ്ടി ഞാൻ ഈ 7 ദിവസം കൊന്നിട്ടില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലായിപ്പോ. അല്ല സൽമാൻ ഖാന്റെ ബ്രദർ ആയിട്ട് ഞാൻ ബിഗ് ബ്രദർ സിനിമയിൽ അഭിനയിച്ചിരുന്നു. പുള്ളി ആദ്യം ഞാൻ വിചാരിച്ചു സ്റ്റണ്ടിന്റെ ആളാന്ന് വിചാരിച്ചു. മറ്റേ സ്റ്റണ്ടിന്റെ ഡീല് ഷർവണ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇർഷാദ് ഞങ്ങൾ മൂന്നരം കണ്ടിട്ട് അങ്ങനെ ഹീറോ ലുക്കൊന്നുമില്ല. അപ്പൊ പുള്ളി വിചാരിച്ചത് മറ്റേ ഇതാണെന്ന് വെച്ചത്. പക്ഷെ ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ അടുത്ത് പെരുമാറുന്ന കണ്ടപ്പോഴാണ് പുള്ളി ആരുടെ പേരെന്താണ് പുള്ളിയുടെ, അർബാസ് ഖാൻ. അർബാസ് ഖാൻ ഇവര് അറിയപ്പെടുന്ന ആക്ടേഴ്സ് ആണ്. കാരണം നമ്മളെ ഈ ഷർട്ടൊക്കെ ഉള്ളിൽ ബനിയനും ഷർട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പൊ നമ്മളോട് ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടല്ലോ. പിന്നെ പുള്ളി നമ്മുടെ പോയിരിക്കാനും, കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ ഭയങ്കര ടൈമിംഗ് ഉള്ള ഫൈറ്ററാണ്. അപ്പൊ പുള്ളിയൊക്കെ ഞെട്ടിപ്പോയി. കാരണം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ രൂപം, ഒരാളുടെ ഈ ചോക്ലേറ്റ് പോലെ ഇരിക്കണമെന്നല്ലോ, ഒരാളുടെ കഴിവിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്തതല്ല പറഞ്ഞത്, വിഷ്ണു ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ അർബാസ് ഖാൻ ഇത്ര ടൈമിങ്, അവരൊക്കെ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നത് നമ്മൾ ഉച്ചക്ക് തീർക്കും. ഒരു സെക്കൻഡ്, ഈ അർബാസ് ഖാൻ നമ്മുടെ റേഡിയോ പറിച്ച് കേൾക്കുമോ? ഇല്ലല്ലോ. അപ്പൊ തള്ളിയാലും കുഴപ്പമില്ലല്ലേ, ഇച്ചിരി കൂട്ടി പറഞ്ഞ കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പൊ ലാലേട്ടന്റെ നമ്മളോടുള്ള അപ്രോച്ച് കണ്ടപ്പോഴാണ് അത് ഇവിടെ. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആക്ടേഴ്സ് മറ്റുള്ളവരെ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. സിദ്ദിഖ് സാർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാ ക്രൂവിന്റെ അടുത്തും സംസാരിക്കുന്ന കണ്ടപ്പോ സൽമാൻ ഖാന്റെ കമ്പനി വന്നിട്ട് പറഞ്ഞു ആരുടെ സംസാരിക്കരുത്, നിങ്ങൾ ബോഡി ഗാർഡ് ഡയറക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നേരിട്ട് വരിക, ജോലി ചെയ്ത് പോവുക, ഹീറോ ആയിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട് അവിടെ. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല.
അതെ വളരെ എല്ലാ സ്നേഹത്തോടു കൂടി. ക്രൂവിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ലാസ്റ്റ് ഉം. പക്രുവിന്റെ അടുത്ത് വരെ സംസാരിക്കും. അതെ. അപ്പൊ നമ്മുടെ ഇവിടെ അത്ര സ്നേഹമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ആ അപ്പൊ ഇതുപോലെ ഞാൻ പറയണത് ഇപ്പൊ ഹിന്ദിയിൽ ഇപ്പൊ വിളിച്ചാലും തമിഴിൽ വിളിച്ചാലും ഒക്കെ ഞാൻ പോകാൻ തയ്യാറാണ്. ഉം. കാരണം എനിക്ക് ഭാഷയൊന്നും പേടിയില്ല. ഇവൻ ഉം. ഇവൻ ഒരു 10 തവണ ആലോചിക്കും. ഞാൻ ഉം. ഒറ്റ തവണ ആലോചിക്കും, 10 തവണ ചിലപ്പോ ചെയ്യേണ്ടി വരും അത്. അല്ല അത് കഴിഞ്ഞിട്ട് സാറ് പറയും അതെല്ലാം അജയൻ തന്നെ ചെയ്യണം, അത് മറ്റേ എന്താ പറയുന്നത്, നമുക്ക് ഓക്കെ ആക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഉം. അതല്ല നമ്മളോട് ഇപ്പോൾ ഒരാൾ ചോദിച്ചു അത് ചെയ്യാൻ പറ്റുമോ, ഉം. അല്ലെങ്കിൽ അതെങ്ങനെയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹിന്ദി അറിയാമെന്ന് പറഞ്ഞിട്ട് അറിയാത്ത കാര്യം ചെയ്തിട്ട് അതെ സാറിന് ഒരു കുഴപ്പമുണ്ടാവല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഹിന്ദിയിലേക്ക് വന്നപ്പം ആ ക്യാരക്ടറിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഉം. തമിഴിൽ ഞാൻ തന്നെ അത് ചെയ്യണം, ആ പുള്ളി തന്നെ ചെയ്യണമെന്ന് വിജയ് സാറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓ വിജയ് സാറാണ് സിദ്ദിഖ് സാറിനോട് പറഞ്ഞത് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ആ ഒരു പോർഷൻസ് മുഴുവൻ. കാരണം ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ US ഞങ്ങൾ പ്രോഗ്രാമിന് പോയിരിക്കുകയായിരുന്നു. ഉം. അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് ഞാനുള്ളതും ആ കോളേജ് സീക്വൻസ് മുഴുവൻ സാറ് വേറെ ഷെഡ്യൂൾ ചെയ്തിട്ട് അത് ഓ വെല്ലൂരിൽ ഷൂട്ട് അടിപൊളി ചെയ്തു. അതൊരു ഭാഗ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ. അതിൽ തീർച്ചയായിട്ടും പ്രത്യേകം വിജയ് സാറിനോടും സിദ്ദിഖ് സാറിനും എപ്പോഴും ഞാൻ അത് ആ ഒരു കാര്യത്തിൽ മനസ്സിലാക്കും. അതെ അതെ. ഇപ്പം ടിനി ചേട്ടന്റെ ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ ഇപ്പം മറ്റേ പ്രാഞ്ചിയേട്ടനായിക്കോട്ടെ അപ്പൊ അങ്ങനെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഡയറക്ടറുടെ കൂടെയുള്ള സിനിമകൾ എല്ലാം എടുത്തു കഴിഞ്ഞാലും ഇന്ത്യൻ റുപ്പി അതൊക്കെ എടുത്താൽ നമ്മളൊരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഇഷ്ടം ആ ക്യാരക്ടറിനോടും തോന്നും. അത് എന്താ പറയുക അത് ചേട്ടന്റെ ആൾക്കാർ കാണുമ്പോഴും മേ ബി ഈ സിനിമകളൊക്കെ എടുത്ത് സംസാരിക്കുന്ന സിനിമകളായിരിക്കും. സ്പിരിറ്റ് അല്ലെ, സ്പിരിറ്റിലൊക്കെ ചേട്ടന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണെന്നുള്ള. അപ്പൊ ആ ഡയറക്ടർ രഞ്ജിത്തുമായിട്ടുള്ള ചേട്ടന്റെ ഒരു ഒരു എന്താ അതിനെ പറയാ പാർവതിയുടെ അച്ഛനെ തന്നെ ആദ്യം താങ്ക്സ് പറയണം. അതെ TP രാജീവിന്റെ മകളാന്ന് പറഞ്ഞപ്പോ എനിക്ക് തന്നെ എന്താന്ന് പറഞ്ഞ പാലേരി മാണിക്യത്തിലാണ് രഞ്ജിത്ത് സാറിനെ ഞാൻ അടുത്ത് പരിചയപ്പെടുന്നത്. ഓ മമ്മൂക്കേനെ അതിൽ 3 റോളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ആ അതിൽ ഗസല് പാടുന്നത് ഞാനായിരിക്കും, മനസ്സിലായില്ലേ? ഓ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മമ്മൂക്ക. അങ്ങനെ 3 അത് ക്രോമാണ് ചെയ്തത്. പല അത് ശരി ഇതിട്ടിട്ട് ഇത്രയും നാളും ഉം. ഫൈറ്റിലാണ് നീ എന്ന് പറഞ്ഞു, ഇപ്പൊ പാട്ടിൽ നീ ഉണ്ടോ? അതെ പാട്ടിലുണ്ട്. എല്ലാവിടും ചേട്ടൻ നിറഞ്ഞു പാട്ടിൽ നിൽക്കുകയാണെന്നൊക്കെ. ഇങ്ങനെ കൈ ഇങ്ങനെ തട്ടുന്നുണ്ട്, ഇങ്ങനെ ആ കിടന്നിട്ടൊരു ആ അതെ അതെ ആ അത് ചേട്ടന്റെ അത് കൈകളാണോ? ഞാനാണ്. ഓ എന്റെ വിരലുകളും എന്റെ വരട്ടെ, ബോഡികളും. ഓരോന്നോരോന്ന് വരട്ടെ അതെ ബ്രോ. ഒരു നിമിത്തം പോലെ ഇപ്പൊ ഞാൻ പറയണം, പാർവതി ഇപ്പൊ മുമ്പിൽ നിന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ അതിനൊരു കാരണക്കാരൻ എന്ന് പറഞ്ഞ TP രാജാവിന്റെ അല്ല, രാജീവ് എനിക്ക് രാജാവാണ് രാജീവിന്റെ സ്ക്രിപ്റ്റാണ് അതെ. പാലേരി മാണിക്യം. അപ്പം എത്രയോ പേര് ഇനിയും 916 കുഞ്ഞുട്ടൻ കാണാനുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആം, വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ വന്ന ഒരു ചെറിയ ചിത്രമാണ്. ഉം. ഈ താരങ്ങളുടെ ലൈനപ്പ് തന്നെ കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം എനിക്കൊരു പ്രധാന വേഷം, നല്ലൊരു ക്യാരക്ടർ കിട്ടിയതാണ്. സ്വാഭാവികമായിട്ടും അത് തിയേറ്ററിൽ ഇതുവരെ കണ്ടിട്ടുള്ളവരൊക്കെ തന്നെ വളരെ സന്തോഷം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ അഭിപ്രായം നമുക്കും ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ മറ്റു പ്രധാനപ്പെട്ട ഒരു വലിയൊരു വിഷയം, ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് മഴയും, അതെ ഒപ്പം തന്നെ ഇപ്പം എല്ലാ സിനിമകളും മികച്ചതായി നിൽക്കുമ്പോൾ തിയേറ്ററുകളിൽ ഒരു ചെറിയൊരു മത്സരങ്ങൾ നടക്കുന്നു നല്ല ഉം. നല്ല ഷോകൾക്ക് വേണ്ടി. ഉം. അപ്പം സ്വാഭാവികമായിട്ടും ചെറിയ സിനിമകൾ പിന്തള്ളപ്പെട്ടെന്നുള്ളത് മാറി നിൽക്കേണ്ട പോലത്തെ ഒരു അവസ്ഥയിൽ വരും ഉം. കുറേ പടങ്ങളുള്ളപ്പോൾ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അഭിമുഖീകരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന നല്ല ഷോകൾ ഉണ്ടെങ്കിലും നല്ല സെൻറ്ററുകൾ കിട്ടിയാലേ ഉള്ളൂ ഉം. ചെറിയ പടങ്ങളൊക്കെ കുറച്ചെങ്കിലും നിൽക്കുകയുള്ളൂ. അതെ. എന്നിട്ട് പോലും ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും ഉള്ള തിയേറ്ററുകളിൽ വന്ന് നമ്മുടെ പടം കണ്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് നമ്മളെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കും, അമ്മമാർക്കും, ചേച്ചിമാർക്കും, കൊച്ചനുജന്മാർക്കും ഒക്കെ തന്നെ എൻ്റെയും കുഞ്ഞേട്ടൻ്റെയും പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. കാരണം ഇപ്പം പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നിൽക്കുന്നതുകൊണ്ട് കുഞ്ഞുട്ടൻ എത്ര കാലം തിയേറ്ററിൽ നിൽക്കും എന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇത് തിയേറ്ററിൽ കാണേണ്ട, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ചിത്രമാണ് 916 കുഞ്ഞുട്ടൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം റേഡിയോ മിർച്ചിക്കും പാർവതി ആ, അല്ലേ, ആ. പാർവതിക്കും പ്രത്യേകം താങ്ക്സ്. Thank you അപ്പോൾ so നമുക്ക് much വീണ്ടും ചേട്ടാ. കാണാം. ഒപ്പം തന്നെ ഇതിലൂടെ നമ്മുടെ പടത്തിലെ നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഞങ്ങളുടെ സിനിമയെ പരമാവധി സപ്പോർട്ട് ചെയ്യാം. ടിനി പറയും. ബാക്കി എത്ര തന്നെയാണ്. ഇത് തന്നെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് വെച്ചിരിക്കും. തന്നെയാണ് പറയാനുള്ളത്. പ്രേക്ഷകരോട് കാണുക, പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണുക. Thank you so much ചേട്ടാ. താങ്ക് യു. Thank you.